കാര്യം എന്താണ്, ഒരാവശ്യം വന്നപ്പോൾ സാമുവിൻ്റെ അമ്മ ഹന്ന പറഞ്ഞത് കോട്ട് ചെയ്തുകൊണ്ട് മറിയത്തിൻ്റെ സ്വസ്ഥ പ്രാർത്ഥനയാക്കി അത് മാറ്റിയെങ്കിലും അതറിയാമെങ്കിൽ ബാക്കിയുള്ള അവിടെ വായിച്ചുള്ള എല്ലാ വചനങ്ങളും അമ്മയ്ക്കറിയാം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദേവാലയത്തിൽ പറഞ്ഞ വചനങ്ങളോട് അമ്മ വളരെ സബ്മിസീവായിരുന്നു. അതുകൊണ്ടാണ് അമ്മയുടെ ആത്മാവിന് ദൈവം അസിയോടെ അപേക്ഷിച്ചിട്ട് മനുഷ്യാവതാരത്തിൻ്റെ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. ആദ്യം ആകർഷണം ഉണ്ടാക്കിയെടുക്കണം. അതിനെന്ത് ചെയ്യണം? അതിനോട് നമുക്ക് ദൈവവചനത്തോട് നമുക്ക് പരിശുദ്ധ അമ്മയെപ്പോലെ അഭിനിച്ച് തോന്നണം. അങ്ങനെ തോന്നിയാൽ ദൈവത്തിന് അവസാനം ആ ദൈവസ്നേഹം നമ്മൾ നിറഞ്ഞു വരുമ്പോൾ അമ്മയുടെ ആത്മാവിനെ അസിയോടെ അപേക്ഷിച്ച പോലെ നമ്മളെ ആകർഷിക്കും ദൈവം. അപ്പോൾ ദൈവവിളിയിൽ 2 ഘട്ടമുണ്ട്. ഒന്ന് ആകർഷണത്തിൻ്റെ ഘട്ടം, രണ്ടാമത് ഏൽപ്പിക്കുന്ന ജോലി. അത് ഏൽപ്പിച്ച ജോലിക്ക് മുമ്പ്